ആത്മീക വരങ്ങളാൽ നിറഞ്ഞിരുന്ന കൊരിന്ത് സഭയുടെ ഏറ്റവും വലിയ ദോഷം അവരിൽ ഭിന്നത ഉണ്ടായിരുന്നു. അവർ പല പക്ഷക്കാരായിരുന്നു. 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. പിന്നെ അവരുടെ ഭിന്നതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 13-ാം വാക്യത്തിൽ, നിങ്ങൾ ഓരോരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു. പൗലോസ് അതിനെക്കുറിച്ച് അവരോട് വിശദീകരിക്കുമ്പോൾ, ഈ പക്ഷം ചേർന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ആത്മാവിൻ്റെ ഐക്യതയില്ല. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഐക്യതയില്ലാത്ത പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയില്ല. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ അകത്ത് എല്ലാവരും ഐകമത്യത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു മനസ്സോടെ ഒരുമിച്ച് ചേർന്ന് മാതാപിതാക്കൾ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾക്കുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിലുള്ള ഐക്യതയാണ് ദൈവസന്നിധിയിൽ എത്തുന്നത്. ഐകമത്യം ഇല്ലാതെ നാം പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുകയില്ല. അതുകൊണ്ട് നമ്മളുടെ കുടുംബത്തിലും നമ്മളുടെ കൂട്ടായ്മകളിലും നമ്മളുടെ ദേവാലയങ്ങളിലും നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഐകമത്യത്തോടെയുള്ള നമ്മുടെ ആരാധനയാണ് ദൈവം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനായിട്ട് നമ്മളുടെ ജീവിതത്തെ സമർപ്പിക്കാം. കർത്താവ് മാത്രമാണ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്. അവനാണ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത്. അവൻ്റെ കൂട്ടായ്മയിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഭിന്നിപ്പിൻ്റെ ആത്മാവല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും അനുസരണത്തിൻ്റെയും താഴ്മയുടെയും ആത്മാവിനാൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഐകമത്യത്തോടെ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ എഴുന്നള്ളി വരാമെന്നും പ്രാർത്ഥന കേൾക്കാമെന്നും ഉത്തരം നൽകാമെന്നും പറഞ്ഞ ദൈവസന്നിധിയിൽ നമുക്ക് ഐകമത്യത്തോടെ പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഭിന്നിപ്പുകളെ നമുക്ക് മാറ്റിക്കളയാം. ഭിന്നിപ്പുകൾ നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരാജയമാണ്. അതുകൊണ്ട് നമുക്ക് ഐകമത്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.